കാർഷിക മേഖലയിൽ LIC ഏജന്റിന് എന്ത് കാര്യം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ചെന്നു നോക്കണം നമ്മൾ ചെറുവട്ടൂരിലെ കൃഷിത്തോട്ടത്തിലേക്ക്. കോതമംഗലം സ്വദേശി PS ഗോപാലകൃഷ്ണന്റെ കൃഷിത്തോട്ടം കാർഷിക സ്നേഹികൾക്ക് എന്നും ഒരു കൗതുക കാഴ്ചയാണ്. കർഷകനാണോ എന്ന് ചോദിച്ചാൽ പക്കാ കർഷകൻ. എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ LIC ഏജന്റ്. ഇത് രണ്ടുമാണ് കോതമംഗലം സ്വദേശി PS ഗോപാലകൃഷ്ണൻ. മറ്റേതൊരു ജോലിയോടൊപ്പവും കൃഷിയെ നെഞ്ചോട് ചേർക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം. ചെറുവട്ടൂരിൽ 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമ്മിശ്ര കൃഷി നടത്തി വരുന്നുണ്ട്. റബ്ബർ, തെങ്ങ്, വാഴ, കപ്പ, വിവിധ ഇനം പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ തുടങ്ങി 40ഓളം ഇനങ്ങളുണ്ട് ഈ കൃഷിത്തോട്ടത്തിൽ. രാവിലെയും വൈകുന്നേരങ്ങളിലുമായി LIC ജോലിക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ഇദ്ദേഹം കൃഷിയിടത്തിൽ എത്തുന്നത്. ഞാൻ LICയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അന്ന് കാളയും അതുപോലെ തന്നെ മുഖവും അതുപോലെ തന്നെ അടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും കൃഷിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും 10-25 കൊല്ലമായിട്ട് ആ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൃഷിയിലേക്ക് തന്നെ LICയിലെ ജോലിയുടെ കൂടെ തന്നെ കൃഷിയും ഒരു ശരിക്കും ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ കപ്പയുണ്ട്, വാഴയുണ്ട്, റബ്ബറുണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്. കൂടാതെ ഫ്രൂട്ട്സ്, വിവിധ ഇനം ഫ്രൂട്ട്സുകൾ ഏതാണ്ട് 40 ഐറ്റം ഫ്രൂട്ട്സുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. റംബൂട്ടാനുണ്ട്, മാംഗോസിനുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബറാബറ വിദേശ ഐറ്റാണ്, പിന്നെ ഓറഞ്ച്, അങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ഐറ്റം വാഴകളുണ്ട്. 25ഓളം വിവിധ ഇനം പ്ലാവുകൾ ഇവിടെയുണ്ട്. ജൈവ രീതിയിലാണ് ഭൂരിഭാഗം കൃഷികളും. വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഇദ്ദേഹം പറയുന്നു. മനസ്സുവെച്ചാൽ എന്തിനും ഏതിനും സമയം കണ്ടെത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം. ജോലിയോടൊപ്പം കൃഷി ചെയ്യുവാൻ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് PS ഗോപാലകൃഷ്ണൻ. ചെയ്യുന്ന LIC ജോലിക്ക് കൃത്യമായി കൂലി കിട്ടുന്നുണ്ട്. അതിനാൽ ഇഷ്ടത്തോടെ ചെയ്യുന്ന കൃഷിക്ക് ലാഭനഷ്ടങ്ങൾ ഇദ്ദേഹം നോക്കാറേയില്ല. ഇതൊരു ശരിക്കും ലാഭനഷ്ടം നോക്കാതെ അതിലൊക്കെ ലാഭം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റബ്ബറും കപ്പയൊക്കെ ചെയ്യുമ്പോഴാണ്. പ്ലാവാണെന്നുണ്ടെങ്കിൽ വിവിധ ഇനം പ്ലാവുകൾ 25ഓളം പ്ലാവുകളുണ്ട്. അത് കാരണം ശരിക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ശരിക്കും 12 മാസവും ചക്കയുടെ ആവശ്യം നടക്കുന്നു. അതുപോലെ തന്നെ മിക്കവാറും അത്യാവശ്യം ഫ്രൂട്ടുകളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഈ കൃഷി എപ്പോഴും എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു ആദായകരമായ ഒരു കാര്യമാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, മനസ്സിനൊരു ഉന്മേഷം കിട്ടും. ഇത് കൂടാതെ നമുക്കാണെങ്കിലും രാവിലെ ആണെങ്കിൽ കുറച്ചു നേരം ഈ LICയുടെ ബിസിനസ് പോകുന്നതിന് മുമ്പ് ഈ കൃഷിയിടങ്ങളിൽ പോകുമ്പോൾ തന്നെ ശരിക്കും ആ ഫലവൃക്ഷങ്ങൾക്കാണെങ്കിൽ പോലും ഒരു സൗന്ദര്യം ഉണ്ടാവും. നമുക്കാണെങ്കിൽ അത് കാണുമ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരാനും കഴിക്കും. നല്ലൊരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരോടും ഇങ്ങനെ ഒരു രീതി അവലംബിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.